ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് NSMC 2025 ക്ലാസ് 7 മാത്തമാറ്റിക്സ് ക്ലാസ്സുമായിട്ടാണ് ഒരു സെഷനായിട്ടാണ് മാത്സിൻ്റെ ഒരു സെഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ NSMC 2025 ക്ലാസ് 7 സിലബസും പിന്നെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ സെഷനിൽ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് എന്താണ് നമ്മളെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക, പ്രോപ്പറായിട്ട് പ്രോബ്ലംസൊക്കെ നമ്മളെ കൂടെ തന്നെ വർക്കൗട്ട് ചെയ്ത് പോവുക. ഓക്കെ, മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക മാത്സിലാണെങ്കിൽ. സോ നമുക്ക് സിലബസ് നോക്കാം. സിലബസ് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്, ഇൻഡിജേഴ്സ്, ആംഗിൾസ്, പെയർ ഓഫ് ആംഗിൾസ്, പാരലൽ ലൈൻസ്, ആവറേജ്, fractions and reciprocals, decimals, circles, decimal operations, perimeters and areas, volume, exponents, percentage, simple and compound interest, ratios and proportions, simple equations, bar graphs, symmetry of shapes, data handling, triangles and its properties, profits and loss. ഇത്രയാണ് നമ്മളെ NSMC 2025 ക്ലാസ് 7 മാത്തമാറ്റിക്സിൻ്റെ സിലബസ് വരുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതാണ്. പ്രീവിയസ് ഇയറിൽ നമുക്ക് NSMCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നമ്പർ ഓഫ് ഹോൾ നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ -5 and 5 ഈസ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് ഹോൾ നമ്പേഴ്സ് എത്ര നമ്പർ ഓഫ് ഹോൾ നമ്പേഴ്സിനാണ് എത്ര നമ്പർ ഉണ്ട്, എത്ര ഹോൾ നമ്പർ ഉണ്ടാവും -5ൻ്റെയും 5ൻ്റെ ഇടയിൽ. നമുക്കറിയാം -5ൻ്റെയും 5ൻ്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? -4 ഉണ്ട്, -3 ഉണ്ട്, -2 ഉണ്ട്, -1, 0, പിന്നെ ഏതാ 1, 2, 3, 4. 3 നമ്പേഴ്സ് എന്താണ് -5ൻ്റെയും 5ൻ്റെ ഇടയിലുണ്ട്. ഓക്കെ, -5ൻ്റെയും 5ൻ്റെ ഇടയിൽ ഏതൊക്കെയുള്ള നമ്പേഴ്സാണ്? ഈ നമ്പേഴ്സ് ആണുള്ളത്. ഓക്കെ, അതുകൊണ്ട് -5 നമ്മൾ എടുക്കുന്നില്ല. നമ്പർ ഓഫ് ഹോൾ നമ്പേഴ്സാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം എന്താണ് ഹോൾ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1, 2, 3 അങ്ങനെ പോകുന്ന ആ ഒരു നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക? ഇതിലേക്കൊരു 0 കൂടെ വരും അല്ലേ? 0, 1, 2, 3 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആയിരിക്കും ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു -5ൻ്റെയും 5ൻ്റെ ഇടയിലുള്ള ഹോൾ നമ്പേഴ്സ് ഏതാ? ഈ നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല, ബാക്കി ഈ നമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ബാക്കി ഈ നമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5 ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻസ് എന്താണ്? ആംഗിൾസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഈ ഒരു ലൈനിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം ഒരു ലൈനിൽ മറ്റൊരു ലൈൻ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈൻ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പെയറിനെ നമ്മൾ പറയുന്നതാണ് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്ന്. ഓക്കെ, ലീനിയർ പെയർ ഓഫ് ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ്? ഫസ്റ്റ് ആംഗിൾ ഈസ് 9/2x + 30 ഡിഗ്രി. ഓക്കെ, ഈ ഒരു ആംഗിൾ, ഇവിടുത്തെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 9/2x + 30 ഡിഗ്രിയാണ്. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 2x + 20 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ആഡ് ചെയ്ത് നോക്കാം. 9/2x + 30 ഡിഗ്രി, അതും പിന്നെ അടുത്ത ആംഗിൾ ഏതാ? 2x + 20 ഡിഗ്രി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 9/2x ആൻഡ് +30 ഡിഗ്രി. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. കാരണം എന്താ? ഇത് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? നമുക്ക് പറയാം 9/2x + എക്സിൻ്റെ ടേംസ് ഒക്കെ ഞാൻ ഒരുമിച്ച് എഴുതി. 9/2x + 2x പ്ലസ് ബാക്കി എന്തുണ്ട്? 30, 20 എത്രയാ? 50 ഡിഗ്രി = 180 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 9/2x + 2x. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? 9x/2 + 2x ഇതെന്തായിരിക്കും? 2 × 2 എത്രയാ? 4. അപ്പം 9x + 4x ² എന്ന് എഴുതാം. ഓക്കെ, ബാക്കി എന്തുണ്ട്? 50 ഉണ്ട്, +50 = 180. ഓക്കെ, ബാക്കി അപ്പുറത്തെ ഇതാണ് 9x + 4x എത്രയാ? 13x/2 ആ +50 ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 180 - 50 ആവും. 180 - 50 ഡിഗ്രി = 130 ഡിഗ്രി. 130 ഡിഗ്രി. ഓക്കെ, 13x/2 എന്ന് പറയുന്നത് 130 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 13x എത്രയായിരിക്കും? 13x = ഈ ഒരു 2 അങ്ങോട്ടേക്ക് പോകുമ്പോൾ 130 × 2 = 260 ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ 13x എന്നുള്ളത് 260 ഡിഗ്രിയാണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ x = 260 / 13 എന്ന് വരും. ഓക്കെ,
നമുക്കറിയാം 26/13 ചെയ്താൽ നമുക്ക് 2 കിട്ടും. 26/13 ചെയ്താൽ 2 കിട്ടും. അപ്പോൾ 260/13 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 20 എന്ന് കിട്ടണം. അപ്പോൾ x = 20 ഡിഗ്രി. ഓക്കെ, x = 20 ഡിഗ്രി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ കോളേജ് ഈസ് 5:3. If 50 boys leave the college and 50 girls join the college, the rate becomes 9:7. The number of boys in the college is, അത് പറഞ്ഞിട്ട് റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ കോളേജ് ഈസ് 5:3. അപ്പോൾ ഞാൻ ബോയ്സ് ഈസ് ടു ഗേൾസ് B:G എന്നെടുക്കുകയാണ്. G = 5:3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും എന്താണ് B/G = 5/3. ഓക്കെ, റേഷ്യോസ് നമ്മൾ പഠിച്ചതാണ്. B:G എന്ന് പറഞ്ഞാലും B/G എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. സോ ബോയ്സ് ബൈ ഗേൾസ് റേഷ്യോ എന്ന് പറയുന്നത് 5/3 ആണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? 50 boys leave the college. 50 boys leave the college എന്ന് പറഞ്ഞാൽ ഇനി എന്താണ്? ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 50 boys ലീവ് ചെയ്താൽ ബാക്കി എത്രയാണ്? നമുക്ക് ഇതിനെ ആദ്യം ഉണ്ടായിരുന്ന ബോയ്സിനെ എങ്ങനെ എടുക്കാം? 5x എന്ന് എടുക്കാം. ആദ്യം ഉണ്ടായിരുന്ന ബോയ്സ് 5x ആദ്യം ഉണ്ടായിരുന്ന ഗേൾസ് 3x എന്നും നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ആദ്യം ഉണ്ടായിരുന്ന ബോയ്സിന് 5x എന്നും ഗേൾസിന് 3x എന്നും എടുക്കുകയാണ്. സോ നമുക്ക് പറയാൻ പറ്റും ആദ്യം ഉണ്ടായിരുന്ന ബോയ്സ് എന്ന് പറയുന്ന നമ്പർ 5x ആണ്. അപ്പോൾ ഇപ്പോൾ 50 ബോയ്സ് ലീവ് ദ കോളേജ്, അതായത് 5x നിന്ന് 50 ആൾക്കാർ പോയി. 5x നിന്ന് 50 ആൾക്കാർ പോയി. ഒക്കെ ബാക്കിയുള്ള ബോയ്സ് എത്ര ബോയ്സ് ഉണ്ട്? 50 ഗേൾസ് ജോയിൻ ദ കോളേജ്. 50 ഗേൾസ് കോളേജിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ എത്രയാ? ആദ്യം ഉണ്ടായിരുന്ന ഗേൾസ് 3x ആണ്. 3x + 50 ആയി. 3x + 50 ആയി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ദെൻ ദ റേറ്റ് ബിക്കംസ് 9:7. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ പുതിയ നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 9:7 ആയി, അതായത് 9/7 ആയി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് എഴുതേണ്ടത്. 5:3 എന്നുള്ള റേഷ്യോനെ നമ്പേഴ്സ് ആയിട്ട് നമ്മൾ എടുക്കും. അതായത് 5x 3x ആയിട്ട് എടുക്കും. അതിൽ നിന്ന് എത്ര ആൾക്കാർ പോയി? 50 ആൾക്കാർ പോയപ്പോൾ 5x - 50. 50 ആൾക്കാർ ജോയിൻ ചെയ്തപ്പോൾ 3x + 50. അതിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട് 9:7. ഓക്കെ, ഇനി അത് സോൾവ് ചെയ്താൽ മതി. നമുക്കറിയാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 5x - 50 × 7 = 9 × 3x + 50 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 5x × 7 എത്രയാ? 5 × 7 35x - 50 × 7. നമുക്കറിയാം 5 × 7 is 35. അപ്പോൾ 50 × 7 350 = 9 × 3x. 9 × 3x എന്ന് പറഞ്ഞാൽ 27x പ്ലസ് 9 × 50. 9 × 5 എത്രയാ? 45 ആണ്. അപ്പോൾ 9 × 50 എത്രയാ? 450 ആണ്. ഓക്കെ, ഇനി ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. നമുക്കറിയാം ഈ -350നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ അവിടെ +350 ആവും. ഈ 27x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -27x ആവും. അപ്പോൾ 35x - 27x = 450. ഈ -350 അങ്ങോട്ട് പോകുമ്പോൾ +350. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 35x നിന്ന് 27x പോയാൽ എത്രയാ? 8x = 450 350. 450ലേക്ക് 50 ആഡ് ചെയ്താൽ 500. 500 + 300 that is equal to 800. ഓക്കെ, 8x 800 ആണെങ്കിൽ x = 800/8 which is equal to 100. ഓക്കെ, x 100 ആണ് കിട്ടി. ഓക്കെ, എക്സിൻ്റെ വാല്യൂ നമുക്ക് 100 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടുള്ള നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ കോളേജസ്. നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ കോളേജ് എത്രയായിരുന്നു? 5x ആണ്. ഓക്കെ, 5x ആയിരുന്നു നമ്മൾ ആദ്യം നമ്പർ ഓഫ് ബോയ്സ് ആയിട്ട് എടുത്തത്. ദാറ്റ് ഈസ് 5x = 5 × x 100 ആണ്. അപ്പോൾ 5 × 100 which is equal to 500. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If 1/x is to 1/y is to 1/z is equal to 3:4:6, then x is to y is to z. 1/x 1/y തമ്മിലുള്ള 1/z ഇത് മൂന്നിൻ്റെ റേഷ്യോ എത്ര തന്നിട്ടുണ്ട്? 3:4:6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x y z ഇതിൽ മൂന്നിൻ്റെയും റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അറിയാം 1/x is to 1/y എന്ന് പറഞ്ഞാൽ എന്താ? 1/x is to 1/y നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെങ്ങനെ എഴുതാം? 1/x / 1/y എന്ന് എഴുതാം. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ a/b ആണെങ്കിൽ a/b എന്ന് എഴുതാം. രണ്ടും സെയിം തന്നെയാണ്. ഈ ഒരു റേഷ്യോ എത്രയാണ് തന്നിട്ടുണ്ട്? 1/x-ൻ്റെയും 1/y-ൻ്റെയും റേഷ്യോ 3:4 അല്ലേ? 1/z കൂടെ വരുമ്പോഴാണ് 6 വരുന്നത്. ഇത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ 3:4 ദാറ്റ് ഈസ് 3/4 എന്ന് എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾ 1/x / 1/y എങ്ങനെ ചെയ്യാം? 1/x 1/y ഡിനോമിനേറ്ററിൽ നമ്മൾ ഡെസിമൽ വരുമ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? അപ്പോൾ y/1 = 3/4. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും y/x
ഈക്വൽ ടു എന്താണെന്ന് പറയാൻ പറ്റും, y/x ഈസ് ഈക്വൽ ടു 3:4 ആണെന്ന് പറയാൻ പറ്റും അല്ലേ, 3/4 എന്ന് പറയാൻ പറ്റും. ഓക്കെ, y/x കിട്ടി. ഇനി അതേപോലെ നമ്മൾ എന്ത് നോക്കാം, 1/y-ഉം 1/z നോക്കാം. ഓക്കെ, സോ ഞാൻ ഇവിടെ ഇതാണ് 1/y ഈസ് ടു 1/z നമുക്ക് എങ്ങനെ എഴുതാം, 1/y ഡിവൈഡഡ് ബൈ 1/z ഇസ് ഈക്വൽ ടു എന്താണ്, 1/y-ഉം 1/z തമ്മിലുള്ള റേഷ്യോ 4:6 ആണ്. സോ ഇസ് ഈക്വൽ ടു 4/6. 4/6 നമുക്ക് എങ്ങനെ പറയാം, 4/6 ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ 2 times 2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 3 times 2 ഉണ്ട്. 4/6 2/3 എന്ന് പറയാം. ഓക്കെ, ഇതിനെ മാറ്റി എഴുതിയിട്ട് ഇവിടെ ഞാൻ ഡിനോമിനേറ്ററിലുള്ള ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്, അല്ലെങ്കിൽ എന്താണ് റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് എന്താണ് z/y എന്ന് വരും. z/y ഈസ് ഈക്വൽ ടു 2/3 എന്ന് വരും. ഓക്കെ, z/y ഈസ് ഈക്വൽ ടു 2/3 എന്ന് വരും. ഇവിടെ നോക്ക്, ഇപ്പോൾ y/x ഈസ് ഈക്വൽ ടു 3/4 ആണ്. ഓക്കെ, z/y ഈസ് ഈക്വൽ ടു 2/3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും x ഈസ് ടു y എത്രയാ, x ഈസ് ടു y എത്രയാ നോക്ക്, x താഴെയാണ്, അപ്പോൾ 4:3. 4:3. ഓക്കെ, ഇനി ഇവിടെ നോക്ക്, y ഈസ് ടു z എത്രയാ, y ഈസ് ടു z എന്ന് പറയുന്നത് എന്താ, 3:2. ഓക്കെ, z ഈസ് ടു y ആണെങ്കിൽ 2:3, y ഈസ് ടു z ആകുമ്പോൾ 3:2. 3:2 ആണ്. ഓക്കെ, y രണ്ടും എടുത്തും സെയിം അല്ലേ, സോ നമുക്ക് പറയാൻ പറ്റും x ഈസ് ടു y ഈസ് ടു z എന്ന് പറയുന്നത് എന്താണ്, 4:3:2 ആണ്. ഓക്കെ, ഓപ്ഷൻ 4:3:2 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് എ സ്ക്വയർ ഫീൽഡ് ഓഫ് സൈഡ് 13/3 meters. നമുക്കറിയാം ഒരു സ്ക്വയർ ഫീൽഡാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഒരു സ്ക്വയറിൻ്റെ സൈഡ് എ ആണെങ്കിൽ നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും. ഓക്കെ, സ്ക്വയറിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്, ഏരിയ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും, ഏരിയ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഏരിയ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. സ്ക്വയറിൻ്റെ സൈഡ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ ലെങ്ത്തിൻ്റെ ഇവിടെ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ സ്ക്വയർ, സൈഡിൻ്റെ സ്ക്വയർ ആണ് കിട്ടും. അങ്ങനെയാണെങ്കിൽ സൈഡ് 13/3 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഏരിയ എന്ന് പറയുന്നത് 13/3 ഹോൾ സ്ക്വയർ ആയിരിക്കും. ഇതെങ്ങനെ ചെയ്യും, 13/3 ഹോൾ സ്ക്വയറിന് 13² എന്ന് പറയാം. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 13² എത്രയാ, 13² ഈസ് 169. ഓക്കെ, അറിയില്ലെങ്കിൽ നമുക്ക് 13 × 13 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 169 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ, ഇല്ല. 169/9 എന്ന ഓപ്ഷൻ ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യണം, 169നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും, 16ൽ എത്ര 9 ഉണ്ട്, 1 ടൈം 9 ഉണ്ട്, ദാറ്റ് ഈസ് 9. 16 - 9 ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും, ബാക്കി അവിടെ 9 ഉണ്ട്. 79ൽ എത്ര 9 ഉണ്ട്, 8 times 9 ഉണ്ട്. 8 times 9 നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 9 times 8 ചെയ്യുമ്പോൾ 72 എന്ന് കിട്ടും. ബാക്കി എത്രയുണ്ട്, 9 - 2 വരുമ്പോൾ 7. ഓക്കെ, ഇതിന് നമുക്ക് 18 എത്രയാണ്, 18 7 റിമൈൻഡർ ഉണ്ട് 7/9. 18 7/9. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ആവറേജ് വെയിറ്റ് ഓഫ് 4 students ഈസ് 7 kg ഇഫ് ദ വെയിറ്റ് ഓഫ് ദ ടീച്ചർ ഈസ് ഇൻക്ലൂഡഡ്. ടീച്ചറിൻ്റെ വെയിറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ആവറേജ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 6 kg. വെയിറ്റ് ഓഫ് ദ ടീച്ചർ ഈസ്. ഓക്കെ, ആവറേജ് വെയിറ്റ്, ആവറേജ് നമ്മളെങ്ങനെ കാണാം, കാരണം ആവറേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഓക്കെ, സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആവറേജ് വെയിറ്റ് ഓഫ് 4 students, ഇവിടെ ആവറേജ് എത്രയാണ് തന്നിട്ടുണ്ട്, ആവറേജ് ഈസ് 7 kg ആണ് തന്നിട്ടുണ്ട്. 4 സ്റ്റുഡൻസിൻ്റെ വെയിറ്റിൻ്റെ ആവറേജ് 7 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ്, സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എത്ര, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്, ദാറ്റ് ഈസ് 4. ഓക്കെ, ഇവിടുന്ന് സമ്മ് നമുക്ക് കിട്ടും. സം ഈസ് ഈക്വൽ എന്താണ്, ഈ ഒരു 4നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി, 4 × 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 28 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 4 സ്റ്റുഡൻസിൻ്റെ വെയിറ്റിൻ്റെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമ്മ് നമ്മൾ കണ്ടുപിടിച്ചു, 4 സ്റ്റുഡൻസിൻ്റെ വെയിറ്റിൻ്റെ സമ്മ് എന്ത് കണ്ടുപിടിച്ചു, 28 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി എന്താണ്, ടീച്ചറിൻ്റെ വെയിറ്റ് ഇൻക്ലൂഡ് ചെയ്തു, അത് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ടീച്ചറിൻ്റെ വെയിറ്റ് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ സമ്മിലേക്ക് അഗെയിൻ ടീച്ചറിൻ്റെ വെയിറ്റ് ആഡ് ആയി. അപ്പോൾ ആ ഒരു വെയിറ്റിന് നമ്മൾ x എന്ന് കൊടുത്തു, 28 + x എന്ന് കൊടുത്തു. അപ്പോൾ പുതിയ സം എന്തായി, സം ഓഫ് ഒബ്സർവേഷൻ പുതിയ സം 28 + x ആയി. ആൻഡ് ദ ആവറേജ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 6 kg. ആദ്യത്തെ ആവറേജ് 7 ആയിരുന്നു, അതിലേക്ക് 6 kg ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ, പുതിയ ആവറേജ് എത്രയാണ്, ഞാൻ പറയുകയാണ് ന്യൂ ആവറേജ്, ആവറേജ് ഈസ് ഈക്വൽ ടു 7 + 6 ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ 7 ആണ്, പിന്നെ 6 ആണ്, ദാറ്റ് ഈസ് എത്രയാണ്, 7 + 6 ഈസ് 13 kg. ഓക്കെ, 13 kg. അങ്ങനെയാണെങ്കിൽ ആവറേജ് എത്രയാണ്, സമ്മ് ഇതാണ് സമ്മ്, സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എത്രയാണ്, ആദ്യം 4 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു,
അതിലേക്ക് ടീച്ചറും കൂടെ വന്നപ്പോൾ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 5 ആയി മാറി. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ആവറേജ്, ദാറ്റ് ഈസ് 13. ഓക്കെ, ഇത് സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഇസിക്കൽ ആവറേജ് കിട്ടും. അപ്പോൾ 28 പ്ലസ് എക്സ് ഇസിക്കൽ ടു 5 ഇൻറ്റു 13. 13 ഇൻറ്റു 5 ചെയ്താൽ എത്ര കിട്ടും? 13 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 65. ഓക്കെ, 28 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 65. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 65 മൈനസ് 28 ഈസ് ഈക്വൽ ടു 65 എന്ന് 28 പോയാൽ എത്രയാണ്? 37 എന്ന് കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു 37 എന്ന് കിട്ടി. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ടീച്ചറിൻ്റെ വെയിറ്റ് അപ്പോൾ എത്രയായിരിക്കും? 37 കിലോഗ്രാം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബൈ വാട്ട് നമ്പർ ഷുഡ് 32/3 ബി ഡിവൈഡഡ് ടു ഒബ്റ്റെയിൻ 20? ഓക്കെ, ഈ ഒരു നമ്പറിനെ 10 2/3 എന്ന നമ്പറിനെ വേറെ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 20 എന്ന് കിട്ടണം. അതായത് ഫോർ എക്സാമ്പിൾ 10 2/3 ഇതിനെ വേറെ ഏതോ നമ്പർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുക. സേ എക്സ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 20 എന്ന് കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണെന്ന് ചോദിച്ചത്. ഓക്കെ, ഇവിടുന്ന് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ എക്സിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ 20നെ ഇപ്പുറത്തേക്കും കൊണ്ടുപോകുക. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 10 2/3 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും. ആ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 10 2/3നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, നമുക്കറിയാം 10 2/3 എന്ന് പറഞ്ഞാൽ എന്താ? 10 2/3 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 10 എത്രയാണ്? 30 പ്ലസ് 2/3 ഓൾ ഡിവൈഡഡ് ബൈ 20. ഓക്കെ, 20 എന്ന് പറഞ്ഞാൽ എന്താ? 20/1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 30 + 2 32/3 ഇൻറ്റു റെസിപ്രോക്കൽ എത്രയാണ്? 1/20. ഓക്കെ, 32/3 ഇൻറ്റു 1/20. 20യും 32യും ക്യാൻസൽ ആയിട്ട് 8 ടൈംസ് 4 ഉണ്ട് 32-ൽ, 5 ടൈംസ് 4 ഉണ്ട് എത്രയിൽ? 20-ൽ. ഇതെന്തായി? 8 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5 15. 8/15 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻ ട്രയാങ്കിൾ എ ബി സി ഇഫ് 2 ആംഗിൾ എ ഇസ് ഈക്വൽ ടു 3 ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 6 ആംഗിൾ സി ദെൻ ആംഗിൾ ബി എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ആംഗിൾ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഒരു ട്രയാങ്കിളിൽ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 180 ഡിഗ്രി. ഓക്കെ, ആംഗിളിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചതാണ്. ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് 180 ഡിഗ്രി എന്ന് കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആംഗിൾ എനെയും ആംഗിൾ സിനെയും ഞാൻ ബീൻ്റെ ടേംസിൽ എഴുതാണ്. ഓക്കെ, 2 ആംഗിൾ എ ഇസ് ഈക്വൽ ടു 3 ആംഗിൾ ബി. 2 ആംഗിൾ എ ഇസ് ഈക്വൽ ടു 3 ആംഗിൾ ബി. ഇവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും? ആംഗിൾ ബീനെ എനിക്ക് കിട്ടും. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ഈ 3 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എത്രയാണ്? 2 ആംഗിൾ എ ബൈ 3. ഓക്കെ, ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 2 ആംഗിൾ എ ബൈ 3. ഓർ ഇതിപ്പോൾ നമുക്ക് എൻ്റെ ടേംസിൽ ഞാൻ ബീനെ എടുത്തു. അല്ലെങ്കിൽ എനിക്ക് പറയാം ആംഗിൾ എ ഇസ് ഈക്വൽ ടു ഈ 2 അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ 3/2 ആംഗിൾ ബി എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ എടുക്കാം, ബീൻ്റെ ടേംസിൽ എടുക്കാം. ഇനി ആംഗിൾ സി അതേപോലെ എടുക്കാം. 3 ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 6 ആംഗിൾ സി. അങ്ങനെ ആംഗിൾ സി ഇസ് ഈക്വൽ ടു 3 ആംഗിൾ ബി ഡിവൈഡഡ് ബൈ 6. 3യും 6ഉം ക്യാൻസൽ ചെയ്ത് എത്രയാ? 2 എന്ന് വരും. ദാറ്റ് ഈസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ആംഗിൾ എയും നമുക്ക് കിട്ടി, ആംഗിൾ സിയും കിട്ടി, ആംഗിൾ ബിയും നമുക്കറിയാം. ആംഗിൾ എക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? 3/2 ആംഗിൾ ബി. 3/2 ആംഗിൾ ബി പ്ലസ് ഇനി എന്തുണ്ട്? എക്ക് പകരം ഞാൻ ഇത് കൊടുത്തു, ബിക്ക് പകരം ഞാൻ ബി തന്നെ കൊടുക്കുകയാണ്. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? ആംഗിൾ b/2 ഈക്വൽ ടു 180. ഓക്കെ, ഇനി 3/2 പ്ലസ് 1/2. 1/2 ബി ആണ്, ആംഗിൾ b/2 എന്ന് പറയുന്നത്. 3/2 പ്ലസ് 1/2 4/2 വരും. ഓക്കെ, 4/2 ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180. 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2 ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180. ദാറ്റ് ഈസ് 3 ആംഗിൾ ബി ഈക്വൽ ടു 180. ആംഗിൾ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 180/3 വിച്ച് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. യെസ്, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓരോ ആംഗിൾ എനെയും ആംഗിൾ സിനെയും നമ്മൾ ബീൻ്റെ ടേംസിൽ എഴുതി.
ഓക്കെ, ആംഗിൾ ബീൻ്റെ ബി അതിൽ വരുന്ന പോലെ നമ്മൾ ആംഗിൾ എനെയും സീനെയും എഴുതി, എന്നിട്ട് ഈ ഒരു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സിയിൽ നമ്മൾ ആംഗിൾ എയും ആംഗിൾ സീനെയും റീപ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ ബി എന്ന 60 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 8 tables ഈസ് ഈക്വൽ ടു ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 6 tables. ഫൈൻഡ് ദ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസ് ഓഫ് 8 tables. സെല്ലിംഗ് പ്രൈസിന് ഞാൻ SP എന്നെടുക്കുകയാണ്. ഇതാണ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഓഫ് 8 tables. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഓഫ് 8 tables എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 8 ദിസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 6 tables. കോസ്റ്റ് പ്രൈസിനെ ഞാൻ CP എന്ന് എടുക്കുകയാണ്. കോസ്റ്റ് പ്രൈസ് ഓഫ് 6 tables എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 6. ഓക്കെ, ഫൈൻഡ് ദ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ്. ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 8 tablesൻ്റെ സെല്ലിംഗ് പ്രൈസ് 6 tablesൻ്റെ കോസ്റ്റ് പ്രൈസിന് ഈക്വൽ ആണ്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് പ്രൈസ് എന്നാൽ അതിൻ്റെ ഒറിജിനൽ, അതിൻ്റെ ടേബിളിൻ്റെ ഇവിടെ എന്താണ് ടേബിളാണ്. അപ്പോൾ ടേബിളിൻ്റെ നമ്മൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ആ കോസ്റ്റ്, അതിന് ആയിട്ടുള്ള കോസ്റ്റാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ആൻഡ് സെല്ലിംഗ് പ്രൈസ് എന്താ? ആ കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയ പൈസക്കല്ലല്ലോ വിൽക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും പ്രൈസിനാവും. ചിലപ്പോൾ പ്രോഫിറ്റിലായിരിക്കും വിൽക്കുക, ചിലപ്പോൾ ലോസിലായിരിക്കും വിൽക്കുക. അപ്പോൾ പ്രൈസ് കൂട്ടിയിട്ടോ കുറഞ്ഞിട്ടോ ആയിരിക്കും നമ്മൾ അത് വിൽക്കുക. ആ വിൽക്കുന്ന പ്രൈസാണ് എന്തെന്ന് പറയുന്നത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ഈ 8ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 6/8 ഇൻറ്റു CP, ഓർ ദിസ് ഈസ് 6ഉം 8ഉം ക്യാൻസലായി, ഇവിടെ 3 ഇവിടെ 4, 3/4 CP എന്ന് പറയാം. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 3/4 CP. ഓക്കെ, CPൻ്റെ 3/4 ഉള്ളൂ സെല്ലിംഗ് പ്രൈസ്. അതായത് സെല്ലിംഗ് പ്രൈസ് കുറവാണ്. നമുക്ക് പറയാൻ പറ്റും സെല്ലിംഗ് പ്രൈസ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനെക്കാട്ടും ലെസ് ദാൻ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റ പൈസ, നമ്മൾ ഉണ്ടാക്കിയ ആ സാധനം ടേബിൾ ഉണ്ടാക്കിയ പൈസേനേക്കാൾ കുറവാണ് നമ്മൾ വിറ്റ പൈസ. അപ്പോൾ നമുക്ക് എന്താ ലോസാണ് ഉണ്ടായിട്ടുണ്ടാവുക? ഓക്കെ, ലോസാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ആ ലോസ് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ലോസ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എത്ര ലോസായി നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സെല്ലിംഗ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ് ആണ് കൂടുതൽ. സോ കോസ്റ്റ് പ്രൈസ് കൂടുതലുള്ളതിന് നമ്മൾ കുറവുള്ളത് മൈനസ് ചെയ്യണം. കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ, അതായത് നമ്മൾ നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ പൈസയാണ് കൂടുതൽ. ആ ഉണ്ടാക്കാൻ ആവശ്യമായ പൈസയിൽ നമ്മൾ എത്ര പൈസക്കാണ് വിറ്റത്, ആ പൈസ എമൗണ്ട് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ലോസ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പ്രൈസ് ലോസ് എത്രയാണ്? ജസ്റ്റ് ഈ കോസ്റ്റ് പ്രൈസിന് എന്തെടുക്കുക? കോസ്റ്റ് പ്രൈസ് തന്നെ മൈനസ് സെല്ലിംഗ് പ്രൈസ്. എന്താ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്? 3/4 ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ്. സോ 3/4 ഓഫ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 കോസ്റ്റ് പ്രൈസ് ആണ്. അതിന് 3/4 പോയാൽ 1 മൈനസ് 3/4, അല്ലെങ്കിൽ ആ കോസ്റ്റ് പ്രൈസിനെ ഞാൻ കോമൺ ആയിട്ട് എടുത്താൽ 1 മൈനസ് 3/4 ഓഫ് കോസ്റ്റ് പ്രൈസ്, ദാറ്റ് ഈസ് 1/4 ഓഫ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം. ഓക്കെ, 1/4 ഓഫ് കോസ്റ്റ് പ്രൈസ്. ഇനി നമുക്കറിയാം ലോസ് പെർസെൻറ്റേജ് നമ്മളെങ്ങനെ കാണും? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ്. ഇവിടെ ലോസ് ആണ്. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ലോസ് എമൗണ്ട് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. ഓക്കെ, ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. അപ്പോൾ ഇവിടുത്തെ ലോസ് പെർസെൻറ്റേജ് എത്രയായിരിക്കും? ഇവിടെ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ലോസ് എത്രയാണ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 1/4 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് ആണ്, ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. കോസ്റ്റ് പ്രൈസും ക്യാൻസൽ ചെയ്ത് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 100. 1/4 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25% എന്ന് കിട്ടും. ഓക്കെ, 25% എന്ന് കിട്ടും. ഇപ്പോൾ ഓപ്ഷനിൽ നോക്കിയാൽ 25% ഗെയിനും ഉണ്ട്, 25% ലോസും ഉണ്ട്. നമുക്കറിയാം ഇത് ലോസ് ആണ്. സോ 25% ലോസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ നമ്മൾ 8 ടേബിളിൻ്റെ സെല്ലിംഗ് പ്രൈസും 6 ടേബിളിൻ്റെ കോസ്റ്റ് പ്രൈസും ഈക്വൽ ആയതുകൊണ്ട് അത് ഇക്വേറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിനൊരു ഇക്വേഷൻ ഉണ്ടാക്കി. അതിന് നമുക്ക് മനസ്സിലായി സെല്ലിംഗ് പ്രൈസ് ആണ് കുറവ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ഒരു എത്ര കുറവുണ്ട് എന്നുള്ള ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തു. 1/4 CP ആണ് ലോസ് ആയിട്ട് വരുന്നത്. അതിന് ഇനി പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഫോർമുല. അതിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് 5/6 ഓഫ് എ നമ്പർ ഡിക്രീസ്ഡ് ബൈ 7 ഈസ് ഈക്വൽ ടു 13. 5/6 ഓഫ് ദ നമ്പർ എന്ന് പറയുമ്പോൾ 5/6 ഓഫ് എ നമ്പർ. 5/6 ഓഫ് എ നമ്പർ, ആ നമ്പർ നമുക്കറിയില്ല, അതിന് എക്സ് എന്ന് കൊടുത്തു.
ഓക്കെ, അറിയാത്തതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. 5/6 ഓഫ് എ നമ്പർ 5/6 എക്സ് ഡിക്രീസ്ഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ -7 ഇസ് ഈക്വൽ ടു 13 എന്ന് തന്നിട്ടുണ്ട്. ഫൈൻ ദ നമ്പർ, ആ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 5/6 എക്സ് -7 അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇസ് ഈക്വൽ ടു 13 + 7 വിച്ച് ഈസ് ഈക്വൽ ടു 20. 5/6 എക്സ് 20 ആണെങ്കിൽ 5x ഈസ് ഈക്വൽ ടു 6 × 20 വിച്ച് ഈസ് ഈക്വൽ ടു 120. 5x 120 ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു 24. ഓക്കെ, 5/6 ഓഫ് എ നമ്പർ. ഇതിൽ നമുക്ക് ആകെ ഈ ഒരു ഫസ്റ്റ് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. 5/6 ഓഫ് എ നമ്പർ എന്ന് പറയുമ്പോൾ 5/6 എക്സ് എന്നെടുത്തു. ഡിക്രീസ്ഡ് ബൈ 7 എന്ന് പറഞ്ഞപ്പോൾ -7. ഇൻക്രീസ്ഡ് ബൈ 7 ആണെങ്കിൽ +7 കൊടുക്കാം. ഓക്കെ, ഇത് ഈക്വൽ ടു 13 എന്ന് പറഞ്ഞു, അത് 13നോട് ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻസ്. ആൻഡ് ഇവിടെ NSMCൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് തന്നിട്ടുണ്ട്. NSMC 2025 നമുക്കറിയാം November 9 ആണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. സോ എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ രജിസ്റ്റർ ചെയ്യുക. ആൻഡ് നമുക്ക് പ്രൈസ് വരുന്നുണ്ട്. ഫസ്റ്റ് പ്രൈസ് 15,000, സെക്കൻഡ് പ്രൈസ് 12,000, തേർഡ് പ്രൈസ് 8,000. അതുകൂടാതെ തന്നെ കുറേ സ്കോളർഷിപ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 to 10 വരെയുള്ള സ്റ്റുഡൻസിനാണ് എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. സോ ഇത്രയാണ് ഈ ഒരു സെഷനിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻഡ് എല്ലാവരും കറക്റ്റായിട്ട് നമ്മളുടെ ക്ലാസ്സസ്, അതായത് ഇവിടെ ചെയ്യുന്ന മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതുപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, രജിസ്റ്റർ ചെയ്യാത്തവർ രജിസ്റ്റർ ചെയ്യുക. അഗെയിൻ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു.